നമസ്കാരം. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണ് എന്ന് പറയുന്നത് പോലെ ആ പറഞ്ഞ ഒരാളാണ് മുരളി തുമ്മാരുക്കുടി. വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ദുരന്ത നിവാരണ സേനാ അംഗമാണ്. മാത്രമോ കേരളയിൽ വന്നാൽ കേരളം സിംഗപ്പൂർ ആകുമെന്ന് പറഞ്ഞ മഹത് കക്ഷിയും കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് രഞ്ജിനി രാജീവാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ള ഇദ്ദേഹത്തോട് ചോദിക്കാതെ ഇദ്ദേഹത്തിൻ്റെ 3 ഏക്കർ പറമ്പിൽ KSEBക്കാർ തൊട്ടടുത്ത് വൈദ്യുതി കടക്കാൻ വേണ്ടി അല്ലെങ്കിൽ വൈദ്യുതി കൊടുക്കുന്നതിന് വേണ്ടി ലൈൻ വലിച്ചു. ഇത് അപ്പോൾ തന്നെ ചന്ദ്രഹാസവും എടുത്തുകൊണ്ട് തുമ്മാരുക്കുടി ചോദ്യം ചെയ്തു തുടങ്ങി. ആരോട് ചോദിച്ചിട്ടാണ് ലൈൻ വലിച്ചു, എന്തിനു വലിച്ചു എന്നൊക്കെ പറഞ്ഞ് തകർക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. വെറും 2 സെൻറ്റ് മാത്രം കൈമുതലുള്ള ഒരു സഹോദരിയുടെ വീട്ടിൻ്റെ അടുക്കളയിൽ കൂടി കേരളിൻ്റെ മഞ്ഞക്കുറ്റി. ഇപ്പോൾ ഇതിനെ കൈയടിച്ചവനാണ് അതിനുവേണ്ടി കൈയടിച്ചവനാണ് ഈ പറയുന്ന തുമ്മാരുക്കുടി. എന്ന് വെച്ചാൽ വെറും 2 സെൻറ്റുള്ള ദരിദ്ര നാരായണന്മാർ കേരളം ജപ്പാൻ പോലെയാകാൻ വേണ്ടി ത്യാഗം സഹിക്കണമെന്ന്. എന്നാൽ സ്വന്തം പറച്ചിലെന്ന് പറഞ്ഞ ഈ നമ്മുടെ മുരളി തുമ്മാരുക്കുടി ഉണ്ടല്ലോ, സ്വന്തം പറമ്പിൽ നമ്മൾ ഒരു പരിപാടിയും സമ്മതിക്കില്ല എന്നതാണ്. ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കൂ. നമുക്കൊന്ന് നോക്കിയാൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എതിർത്തിട്ട് സഖാവ് പിണറായി വിജയൻ മക്കളെ എവിടെയാണ് പഠിപ്പിച്ചത്? രണ്ടാമത്തെ ഒരു കാര്യം ചോദിക്കട്ടെ, നാട്ടുകാരോട് ലളിത ജീവിതം നയിക്കാൻ പറഞ്ഞിട്ട് ഈ കോടിയേരിയുടെ മക്കളുണ്ടല്ലോ, ആ കോടിയേരിയുടെ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇനിയുമുണ്ട്. വിദേശ സർവകലാശാലകളെ എതിർത്തിട്ട് AK ബാലൻ്റെ മക്കൾ, ഈ AK ബാലൻ്റെ മക്കൾ എവിടെയാണ് പഠിച്ചത്? കുട്ടികൾ വിദേശത്ത് പോകുന്നത് എതിർക്കുന്ന സുനിൽ P. ഇളയിടം, ആ സുനിൽ P. ഇളയിടത്തിൻ്റെ മകളും മരുമകനും ഇവരൊക്കെ എവിടെയാണ് പഠിക്കുന്നത്? അമേരിക്കൻ സാമ്രാജ്യത്തെ എതിർക്കുന്ന നമ്മുടെ തോമസ് ഐസക് ഉണ്ടല്ലോ, ആ തോമസ് ഐസക്കിൻ്റെ മക്കൾ ഏത് രാജ്യത്തെ പൗരന്മാരാണ്? കുത്തകകളെ എതിർക്കുവാൻ കൂടെ നിൽക്കുന്ന മന്ത്രി ശശീന്ദ്രൻ്റെ മകൻ, ആ ശശീന്ദ്രൻ്റെ മകൻ എവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് എന്നറിയാമോ? ഇതൊക്കെ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. സ്വയമോ മക്കളെയോ പുഷ്പന്മാരാക്കാതിരിക്കുക എന്ന് പറയേണ്ടി വരുന്നു. കാരണം സ്വന്തം മക്കളെ സംരക്ഷിച്ച് നിർത്തുവാനുള്ള കെൽപ്പ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതുകൊണ്ട് തന്നെ അവരുടെ മക്കളെല്ലാവരും സേഫായിട്ട് വളരെയധികം കൃത്യമായി അവർ സംരക്ഷിച്ച് നിർത്തുവാൻ ഈ രാഷ്ട്രീയക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ മുരളി തുമ്മാരുക്കുടിയെപ്പോലുള്ള അതിവിദഗ്ധരായിട്ടുള്ളവരുടെ അഭിപ്രായം 2 സെൻറ്റുകാരൻ്റെ നെഞ്ചിൽ കൂടി മഞ്ഞക്കുറ്റി തറച്ചാലും കുഴപ്പമില്ല, അതിനുവേണ്ടി കൈയടിച്ചവനാണ്. സ്വന്തം കെട്ടിടത്തിൽ അല്ലെങ്കിൽ 3 ഏക്കർ പറയുന്ന പറമ്പിൽ കൂടി KSEBയുടെ ലൈൻ വലിച്ചപ്പുറത്ത് ആ പറമ്പിന് അപ്പുറത്തുള്ള പറമ്പിലേക്ക് വൈദ്യുതി നൽകാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ വാളെടുത്ത് മുന്നോട്ട് വന്ന മുരളി തുമ്മാരുക്കുടി എന്ന് പറയപ്പെടുന്ന ഇരട്ടമുഖമുള്ളവൻ എന്ന് പറയേണ്ടി വരുന്നു. ഈ ഇരട്ടമുഖമുള്ള മുരളി തുമ്മാരുക്കുടിയെ കൂടി പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരുന്നു. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. 2 സെൻറ്റുള്ളവൻ്റെ നെഞ്ചിൽ കൂടി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെയിൽവേ ഓടിച്ചു കയറ്റാം, ട്രെയിൻ ഓടിച്ചു കയറ്റാം, അവിടെ മഞ്ഞക്കുറ്റി ഇട്ടവൻ്റെ ഹൃദയത്തെ തകർക്കാം. പക്ഷേ ഇവരെയൊക്കെ സ്വന്തം വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം പുരയിടത്തിലേക്ക് വന്നാൽ അത് സഹിക്കാൻ കഴിയാത്ത മുരളി തുമ്മാരുക്കുടി ആരെയാണോ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ആർക്കു വേണ്ടിയിട്ടാണോ ഈ വാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്, അവരുടെയൊക്കെ മക്കൾ ചെയ്യുന്നത് എന്താണ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എതിർത്തിട്ട് സഖാവ് പിണറായി വിജയൻ്റെ മക്കൾ പഠിച്ചത് ലണ്ടനിൽ. നാട്ടുകാരോട് ലളിത ജീവിതം നയിക്കാൻ പറഞ്ഞിട്ട് കോടിയേരിയുടെ മക്കൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് മക്കളുള്ളത് എന്നതടക്കമുള്ള വാർത്തകൾ നമ്മുടെ ഈ പൊതുസമൂഹം പലപ്പോഴും ചർച്ച ചെയ്തതാണ്. അവരുടെ ചെയ്തികൾ ഇവിടുത്തെ സഖാക്കളടക്കം അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തതാണ്. അവർ അറിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഈ കോടിയേരിയുടെ മക്കളാണല്ലോ എന്ന് കരുതി ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നതുമാണ്. അങ്ങനെ അവർ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകളെല്ലാം പാർട്ടി അടക്കം സഹിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക്. ഇനി മറ്റൊന്ന്, ഈ വിദേശ സർവകലാശാലകളെയൊക്കെ എതിർത്തിട്ട് AK ബാലനുണ്ടല്ലോ, സഖാവ് AK ബാലൻ്റെ മക്കളും അല്ലെങ്കിൽ അവർ എവിടെയാണ് പഠിച്ചിരിക്കുന്നത്? അവരും പഠിച്ചിരിക്കുന്നത് ഈ ബൂർഷ്വാ സംവിധാനങ്ങളിൽ തന്നെയല്ലേ. ഇനി മറ്റൊന്ന്, കുട്ടികളെ വിദേശത്ത് പോകുന്നത് എതിർക്കുന്നതാണ് നമ്മൾ സുനിൽ P. ഇളയിടത്തൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹമൊക്കെ ഇങ്ങനെ ഈ ഇടതുപക്ഷ സഹയാത്രികനായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഇങ്ങനെ ഇടതുപക്ഷം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇത്രത്തോളം പുകഴ്ത്തുന്ന മറ്റൊരു വ്യക്തിത്വമില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് വിദേശത്ത് പോകുന്ന കുട്ടികൾ എന്തിനാണ് വിദേശത്ത് പോയി പഠിക്കുന്നത് എന്ന് ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും ഒക്കെ എവിടെയാണ് പഠിക്കുന്നത് എന്ന് കൂടി ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ അമേരിക്കൻ സാമ്രാജ്യത്തെ എതിർക്കുന്ന വലിയ സൈദ്ധാന്തികനാണ് നമ്മുടെ ഈ തോമസ് ഐസക് എന്ന് പറയപ്പെടുന്ന പഴയ ധനമന്ത്രി. അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളുമൊക്കെ ഏത് പൗരത്വം സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ, വെറുതെ ഒന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിച്ചു നോക്കിയാൽ നന്നായിരിക്കും ഈ പറയുന്ന അന്തംകമ്മി അണികൾക്ക്. ഇനിയുമുണ്ട് കുത്തകളെ എതിർക്കുവാൻ വേണ്ടി കൂടെ നിൽക്കുന്ന മന്ത്രി ശശീന്ദ്രൻ ഉണ്ടല്ലോ. ശശീന്ദ്രനെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ആ മന്ത്രി ശശീന്ദ്രൻ്റെ മകൻ ഇപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുക. ഇങ്ങനെ നിരവധി 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 പേര് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് അവരുടെ മക്കൾ വളരെ സുരക്ഷിതരായി സംരക്ഷിതരായി കഴിയുന്നു എന്നുള്ളതും, പാവപ്പെട്ട പുഷ്പനെ പോലുള്ളവർ ആർക്കൊക്കെയോ വേണ്ടി സ്വാശ്രയ സ്വകാര്യ മേഖലയിലെ കോളേജുകൾ ഉണ്ടാക്കുന്നതിനേരെ ഈ SFI എന്ന് പറയപ്പെടുന്ന സംവിധാനവുമായി ചേർന്ന് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ DYFI എന്ന് പറയപ്പെടുന്ന സംവിധാനവുമായി ചേർന്ന് നിന്നുകൊണ്ട് സമരം നടത്തുന്നു. കാലും കൈയും വെട്ടി നുറുക്കപ്പെടുന്നു. എണീക്കാൻ വയ്യാതെ നട്ടലൊടിഞ്ഞെടുക്കുന്ന പുഷ്പനെ പോലുള്ളവർ ഓർമ്മകളായി മാറുമ്പോൾ രക്തദാഹികളായി മാറുന്ന ഈ സഖാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പിണറായി വിജയനും AK ബാലനും തോമസ് ഐസക്കും എന്നുവേണ്ട ഈ നാട്ടിലെ സകല നേതാക്കളാകുന്ന സഖാക്കളും അവരുടെ മക്കളെ സംരക്ഷിതമായിട്ടുള്ള കവചങ്ങൾ തീർത്ത് ബൂർഷ്വാ രാജ്യങ്ങളിലേക്ക് അയച്ച് സ്വാശ്രയ കോളേജുകളിൽ ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിച്ച് അവിടെ പഠനം കഴിഞ്ഞതിന് ശേഷം ആ രാജ്യങ്ങളിൽ തന്നെ ജോലി നേടി ജോലി സമ്പാദിച്ച് ജീവിതം സുഖലോലുപരായി കഴിയുന്നവരെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അപ്പോഴും പുഷ്പനെ പോലുള്ളവർ എണീക്കാൻ കഴിയാതെ കിടക്കയിൽ മുള്ളുകയും ഉറങ്ങുകയും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി അണികളെ നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ലെങ്കിൽ നാളെ നിങ്ങളും ഒരു പുഷ്പനായി മാറും എന്നുള്ള കാര്യം മറന്നു പോകരുത്.